അയോഗ്യത നീങ്ങിയതോടെ കെ.എം. ഷാജി മത്സര രംഗത്തേക്ക്. ഷാജി കൊടുവള്ളിയിൽ സ്ഥാനാർത്ഥിയാകും. അഴീക്കോട് മത്സരിക്കാനില്ലെന്ന നേതൃത്വത്തെ അറിയിച്ചു. അഴീക്കോട് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി മത്സരിക്കും. മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, കെ.എം. ഷാജി കൊടുവള്ളിയിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് അറിയുന്നത്. അഴീക്കോട് മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? കൃഷ്ണേന്ദു സുപ്രീം കോടതിയിൽ നിന്നും അയോഗ്യതാ ഭീഷണി ഒഴിഞ്ഞതോടെ കെ.എം. ഷാജി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോൾ കെ.എം. ഷാജി എവിടെ മത്സരിക്കും എന്നത് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിലാണ് കഴിഞ്ഞ തവണ കെ.എം. ഷാജി മത്സരിച്ചിരുന്നത്. കെ.വി. സുമേഷിനോട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനുശേഷം അഴീക്കോട് വീണ്ടും മത്സരിക്കാനില്ല എന്ന് കെ.എം. ഷാജി മുസ്ലിം ലീഗ് നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ്. അത് മുസ്ലിം ലീഗ് നേതൃത്വവും അംഗീകരിച്ചിട്ടുണ്ട്. കെ.എം. ഷാജിക്ക് മറ്റൊരു സീറ്റ് നൽകണം എന്ന തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിട്ടുണ്ട്. കൊടുവള്ളിയിൽ കെ.എം. ഷാജി മത്സരിക്കും എന്നാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് കെ.എം. ഷാജി കൊടുവള്ളിയിൽ നിന്നാണ് ജനവിധി തേടുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റിംഗ് എം.എൽ.എ. ഡോക്ടർ എം.കെ. മുനീർ കോഴിക്കോട് സൗത്തിലേക്ക് മാറും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് സൗത്ത് എന്ന് പറയുന്നത് INL-ന്റെ അഹമ്മദ് ദേവർകോവിൽ ജയിച്ച മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത്. അവിടേക്ക് എം.കെ. മുനീർ എത്തിയാൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയും എന്നാണ് മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടൽ. ഇത് എം.കെ. മുനീറും അംഗീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തായാലും UDF അധികാരത്തിൽ വന്നാൽ MLA ആയാൽ കെ.എം. ഷാജി മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ മലപ്പുറത്തിന് പുറത്ത് മത്സരിക്കാനുള്ള കെ.എം. ഷാജിയുടെ ആഗ്രഹവും അതിൻ്റെ ഭാഗം ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ കാസർഗോഡ് മത്സരിക്കുക എന്ന ഒരു തീരുമാനത്തിലായിരുന്നു കെ.എം. ഷാജി ഉണ്ടായിരുന്നത്. പിന്നീട് അത് നേതൃത്വം ഇടപെട്ട് അങ്ങനെ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. കാസർഗോഡ് പ്രാദേശികമായ വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്, അതായത് കാസർഗോഡ് നിന്നുള്ള ഒരു നേതാവ് തന്നെ കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കണം എന്ന് അവിടുത്തെ പ്രാദേശികമായ നേതാക്കൾ ഒരു നിലപാട്, അണികളുമൊക്കെ ഒരു നിലപാട് എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കാസർഗോഡ് മത്സരിക്കാനില്ല എന്ന് പിന്നീട് കെ.എം. ഷാജി വ്യക്തമാക്കി. അങ്ങനെയാണ് ഒടുവിൽ കൊടുവള്ളിയിലേക്ക് കെ.എം. ഷാജി എത്തുന്നത്. കാസർഗോഡ് എന്ന് പറയുന്നത് UDF-ന്റെ ഒരു മുസ്ലിം ലീഗിന്റെ ഒരു ഉരുക്കുകോട്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. കാലാകാലങ്ങളായി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളാണ് അവിടെ നിന്നും വിജയിച്ചിട്ടുള്ളത്. 3 ടേം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് അവിടെ എന്നെ നെല്ലിക്കുന്ന് ഇത്തവണ മത്സരരംഗത്തുണ്ടാകില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് നേതൃത്വം അണികളൊക്കെ എത്തിയിട്ടുള്ളത്. തുടർച്ചയായി 3 ടേം പൂർത്തിയാക്കിയവരെ ഇത്തവണ മാറ്റി നിർത്തും എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ ഒരു നിലപാടാണ്. പക്ഷേ ഇത്തവണ വീണ്ടും ഒരിക്കൽ കൂടി എന്നെ നെല്ലിക്കുന്നിനെ അവിടെ മത്സരിപ്പിച്ച് മന്ത്രിസഭയിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം മുസ്ലിം ലീഗിന്റെ പല നേതാക്കൾക്കുമുണ്ട്. അങ്ങനെ വന്നാൽ വീണ്ടും എന്നെ നെല്ലിക്കുന്ന് അവിടെ മത്സരിക്കും. അങ്ങനെ അല്ലാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത് A. അബ്ദുറഹിമാൻ ആയിരിക്കും. മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് A. അബ്ദുറഹിമാൻ. STU എന്ന പേരിലാണ് A. അബ്ദുറഹിമാൻ അറിയപ്പെടുന്നത്. അപ്പോൾ STU-വിനുള്ള ഒരു അംഗീകാരം കൂടിയാണ്, അവിടെ അംഗീകാരം എന്നുള്ള രീതിയിൽ കൂടിയാണ് A. അബ്ദുറഹിമാനെ അവിടെ മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യം പാർട്ടിയിൽ ഇപ്പോൾ സജീവ ചർച്ചയിലേക്ക് വരുന്നത്. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ നേരത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതൊക്കെ വീണ്ടെടുത്തുകൊണ്ട് പാർട്ടിയിൽ സജീവമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയമാണ് ഈ കാസർഗോഡ് നഗരസഭാ പ്രദേശം ഉൾപ്പെടുന്ന മേഖലകളിലൊക്കെ തന്നെ മുസ്ലിം ലീഗിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതെല്ലാം കൂടി കണക്കിലെടുത്ത് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നേതാവ് എന്നുള്ള രീതിയിൽ കൂടിയാണ് A. അബ്ദുറഹിമാനെ ഇപ്പോൾ പാർട്ടി പരിഗണിക്കുന്നത്. അവിടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് മാഹിൻ ഹാജി, അതോടൊപ്പം തന്നെ ട്രഷറർ മുനീർ ഹാജി, ഇവരൊക്കെ തന്നെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കുന്നുണ്ടെങ്കിൽ കൂടി പ്രവർത്തകരുടെയും അവിടുത്തെ മറ്റു നേതാക്കളുടെയും ഒക്കെ പിന്തുണ എന്ന് പറയുന്നത് അത് A. അബ്ദുറഹിമാനെ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച. കാസർഗോഡ് നഗരസഭ വൈസ് ചെയർമാൻ എന്നതിന് അപ്പുറത്തേക്ക് ഒരു പദവിയിലേക്കും A. അബ്ദുറഹിമാന് ഇതുവരെ എത്താൻ കഴിഞ്ഞിരുന്നില്ല. മുസ്ലിം ലീഗിന്റെ കഴിഞ്ഞ 55 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, അരനൂറ്റാണ്ടിലധികമായി മുസ്ലിം ലീഗിന്റെ ഈ ഹരിത പതാകയും ഏന്തിയാണ് A. അബ്ദുറഹിമാൻ അവിടെ കാസർഗോഡ് പ്രവർത്തിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് A. അബ്ദുറഹിമാൻ. അപ്പോൾ A. അബ്ദുറഹിമാൻ ഒരു പരിഗണന എന്നുള്ളത് പാർട്ടിയുടെ പൊതുവായ ഒരു തീരുമാനം എന്നുള്ള രീതിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്.
അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും പാണക്കാട് തങ്ങൾ കുടുംബവുമായും ഏറെ അടുപ്പം പുലർത്തുന്ന നേതാവ് കൂടിയാണ് എ അബ്ദുറഹിമാൻ. ആ ഒരു പരിഗണനയൊക്കെ തന്നെ അദ്ദേഹത്തിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഏതായാലും അവിടെ നിന്ന് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥിയായി ആണ് വരിക എങ്കിൽ എന്നെ നെല്ലിക്കുന്ന മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുകയെങ്കിൽ അവിടെ എ അബ്ദുറഹിമാന് വലിയ പിന്തുണ പരിഗണന കിട്ടാൻ തന്നെയാണ് സാധ്യത. അതോടൊപ്പം തന്നെ മാഹിൻ കേളോട്ട്, മുൻ ബദിയടുക്ക പഞ്ചായത്ത് പ്രസിഡന്റ് മാഹിൻ കേളോട്ടിന്റെ പേരും അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീരിന്റെ പേരും ഒക്കെ അവിടെ സജീവ ചർച്ചയിലുള്ള കാര്യം തന്നെയാണ്. എന്തായാലും എ അബ്ദുറഹിമാൻ അവിടുത്തെ പ്രാദേശികമായ വലിയ പിന്തുണ എ അബ്ദുറഹിമാൻ ഉണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എ അബ്ദുറഹിമാന്റെ പേരിന് മുൻതൂക്കം ലഭിക്കാൻ കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കെ എം ഷാജി ഇല്ലാത്ത അഴീക്കോട് മറ്റ് ആര് മത്സരിക്കും എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ ചില ആലോചനകളൊക്കെ തന്നെ മുസ്ലിം ലീഗിൽ നടന്നിരുന്നു. അവിടെ മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി തന്നെ മത്സരിക്കും എന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അബ്ദുൽ കരീം ചേലേരി അവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ കെ എം സൂപ്പിക്ക് ശേഷം കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള കണ്ണൂർ ജില്ലക്കാരനായ ഒരു MLA മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അബ്ദുൽ കരീം ചേലേരിയിലൂടെ ഒരു പ്രാതിനിധ്യം, നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ നേതാക്കളുടെയും ഒരു ചർച്ച. ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു പേര് ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ പോവുകയാണ്. ഏതാണ്ട് ഈ ഫെബ്രുവരി ആദ്യ വാരത്തോടു കൂടി തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളുമായി സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരും. കൂത്തുപറമ്പിൽ ജയന്തി രാജൻ മത്സരിക്കും എന്ന് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ RJD UDF-ലേക്ക് വരാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ജയന്തി രാജൻ തന്നെയായിരിക്കും അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി വരിക എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിയുകയാണ്. അങ്ങനെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയാണ്. അവിടെ കെ എം ഷാജി എന്ന ഈ രാഷ്ട്രീയ രംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് കെ എം ഷാജി. അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും വലിയ തോതിലുള്ള വിവാദങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായതാണ്. എന്തായാലും ഈ കെ എം ഷാജി മത്സരിക്കും, അത് കൊടുവള്ളിയിലായിരിക്കും എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കൃഷ്ണേന്ദു.